ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിങ് 737 ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. നമ്മളല്ല, ഞാൻ. നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക്. ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ വൈറ്റ് ഹോട്ടലിലോ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നിരിക്കും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നിന്റെ മതാമ്മ കാല് കുത്തിയിട്ടില്ല. അതിനു മുമ്പോട് ഒരു വാചകം. വാചകമാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. പറയട്ടാ പറയടാ. ആ, നിനക്കല്പ കോമൺ സെൻസ് ഉണ്ട്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, വഴിയിൽ റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലുകുത്തുന്നു. അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. അമ്മായി അത് പറയാതെ ഞങ്ങൾക്കറിയാം. ചൂലെടുക്കുന്നു അല്ലേ മെന്റസേ? ചാണകം പെട്ടിയ ചൂല്. ഇതാ പറഞ്ഞത് നിനക്കൊന്നും വിവരമില്ലെന്ന്. എടാ, നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ അമ്മായി അമ്മയല്ലേ. പിന്നെ അവരെന്തിനു ചൂലെടുക്കണം? അമ്മായി നിലവിളക്കെടുക്കും, കത്തുന്ന നിലവിളക്ക്. പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, വിവാഹം, പാർട്ടി, ഹണിമൂൺ ട്രിപ്പ്, റിട്ടേൺ ട്രിപ്പ്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടടാ. പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പോയാലും സായിപ്പിന്റെ നാട്ടില് കടാപ്പുറത്ത് കൂടി ഞാനിങ്ങനെ പാടി പാടി നടക്കും. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. എടാ, ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെങ്കിൽ സായിപ്പിന്റെ നാട്ടിലേക്ക് നീ എന്നെ കൂടെ കെട്ടിയെടുക്കണം. അവിടത്തെ സായിപ്പന്മാർ എന്റെ സന്താനവർദ്ധിനി കഴിക്കണം. മദാമ്മമാർ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കണം. നിന്റെ സന്താനവർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമ്മമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും? അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു പ്രേമൻ അമേരിക്കയിൽ കാലുകുത്തുന്നത്, അല്ലേ മോനെ മെന്റസേ? അതെ അതെ. അല്ലല്ലോ കൊച്ചു പ്രേമ. അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഇൻഡീസന്റ് ആയി പോകും. ശരി, സമ്മതിച്ചു. അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, നിന്റെ ഈ പറഞ്ഞ ഡ്രസ് കിട്ടുകൊണ്ട് അങ്ങോട്ട് പോവരുത്. എന്താ? എയർപോർട്ടിൽ ഡീസന്റ് ആയിട്ട് പോണം. നീ അമേരിക്കൻ സ്റ്റൈലിൽ. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണമെന്ന് പറയുന്ന ഇതാ. 10:30 ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോകാനുള്ള ഫോറിൻ വണ്ടിയുമായി 8 മണിക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞാൽ കൊച്ചു പ്രേമം പോയത്. മണി ഇപ്പൊ 9 ആയി. അവൻ ആക്സിഡന്റ് പറ്റി കാണൂ. കരുനാക്ക് വളച്ചോരം പറഞ്ഞോണ്ടല്ലോ. നിന്റെ കരുനാക്ക് ഫലിച്ചു. കൊച്ചു പ്രേമന്റെ ആരോ മരിച്ചു. എങ്ങനെ മനസ്സിലായി? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എല്ലാം വിധിയാണെന്ന് എഴുതി സമാധാനിച്ചാ മതി. എത്ര മണിക്കാ ശവദാഹം? ആരാ മരിച്ചത്? ആര് മരിച്ചു? പിന്നെ ഈ റീത്ത്? അയ്യാ, കടയിൽ ബൊക്ക തീർന്നു പോയി. എയർപോർട്ടിൽ വെറും കൈയോടെ പോണ്ടാന്ന് എഴുതി റീത്ത് വാങ്ങിച്ചതാ. 4 മണിക്ക് ഒരെണ്ണം തന്നാണ്ടല്ലോ. അമേരിക്കക്കാരിയല്ലേ വരുന്നത്. സ്വീകരണത്തിന് കൂടി ചേഞ്ച് ആയിക്കോട്ടെ. ഫോറിൻ വണ്ടി എവിടെ? അതിന്റെ കാര്യം പറയാനാ വന്നത്. ഫോറിൻ കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. നീ വിഷമിക്കണ്ട. പുഞ്ചക്കരി കഴിയുമ്പോ ഒരു പാടമില്ലേ? പാടത്തിൽ കൂടെ നീന്തി പോണം. അതല്ലടാ, പാടത്തിന്റെ സൈഡിൽ താമസം തോമാച്ചൻ അറിയോ? അറിയാം. തോമാച്ചൻ ഒരു ഫോറിൻ ടൊയോട്ടയിൽ മണിക്കൂറിന് 300 രൂപ വാടക കൊടുത്താൽ മതി. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കേറി, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇനി ഞാൻ അവർക്ക് എന്തോ എടുത്ത് കൊടുക്കും. ഫ്ലൈറ്റ് ഇറങ്ങി കാണുമോ ഭഗവാനെ? ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അതും ബ്രേക്ക് ഡൗൺ ആയോ എന്തോ. അതേ ഒരെണ്ണം ഫോണുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ലല്ലോ. അത് പരുന്താണടാ മണ്ട. വളവാണ്, സൂക്ഷിക്കണേ. വേഷം മാറി പൂങ്കോഴി വേണോ പിടക്കോഴി വേണോ അതോ കാട വേണോ? എടാ, പൂവനായാലും കാടനായാലും കോഴി മതി. നീ ഒന്ന് വേഗം പോയിട്ട് വാ. എന്നാ കാശെന്താ? ഇത് എണ്ണ എന്തോ ഉജ്വല. എടാ, ആ വരുന്നത് എന്റെ അനന്തരവനും കൂട്ടുകാരും അല്ലേടാ? ഇവന്മാർക്ക് ഇതെന്തു പറ്റി? എയർപോർട്ടിൽ പോയാൽ മറന്ന് ഈ വേഷത്തില്. ഇനി പുലികളി കഴിഞ്ഞു വല്ല ഏത് കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് വരികയാടാ. കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് കൊച്ച പറ. അമ്മ, പോകുന്ന വഴിക്ക് കാർ ഓടിച്ച് വന്നൊരു താടക ഞങ്ങൾ ഇടിച്ച് പാടത്തോട്ടിട്ടു. പിന്നെ ചെളി പുരണ്ട് ഈ വേഷത്തിൽ എങ്ങനെ എയർപോർട്ടിലേക്ക് പോകും? അത് ശരി. ഏത് പെണ്ണുമ്പിളിയാണോ ചതി ചെയ്തത്? അവളുടെ മുഖം കണ്ടില്ല, ബാക്ക് സൈഡ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ? 076785. എന്താ നോക്കുന്നേ? മാഡം പറഞ്ഞത് കറക്റ്റാ. അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു മോന്തര ഷേപ്പ് ഞാൻ മാറ്റിയനെ. ഓ ശരിയാ, ഞാനും അവളെ ഇടിച്ചേനെ. എന്നാലേ
ആ കാർ ഓടിച്ചിരുന്ന ഞാനാ. കുഞ്ഞിനാളിൽ നീ എത്ര പ്രാവശ്യം ഇവനെ പാടത്ത് തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പൊ മോഡേൺ ആയപ്പോൾ കാറടിച്ച് തള്ളിയിട്ടു, അത്രേ ഉള്ളൂ. ആ, മോളെ, എത്ര പ്രാവശ്യമാ ഇവൻ നിന്നെ ഊഞ്ഞാലാട്ടിട്ടുള്ളത്? എത്രയെത്ര മാമ്പഴവ എത്താ കൊമ്പത്തുനിന്ന് ഇവൻ നിനക്ക് പറിച്ചു തന്നിട്ടുള്ളത്. നിന്റെ ഈ പഴയ കുട്ടിക്കുരങ്ങനെ. എന്താ? ആരെയാ സ്വപ്നം കണ്ട് കിടക്കണേ? ഏയ് ആരെയല്ല. ഏയ് അതല്ല, എന്തായാലും എന്നെ അല്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്ത്യയുടെ സ്വപ്നത്തിലെങ്കിലും കടന്നു വരാനുള്ള യോഗ്യത പാവ ഈ ജോത്സ്യരുടെ മകൾക്കുണ്ടോ? അതെ, പാർവതി ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലേ മോശമാ. ഈ വീടിന്റെ ഓരോ മൂലയിലും ഞാൻ കയറി വരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോ കയറി വന്നാലും ആർക്കും ഒന്നും തോന്നില്ല. അയ്യോ, അങ്ങനെയല്ല. ഇനി അഥവാ തോന്നെങ്കിൽ തന്നെ അത് വിന്ധ്യേട്ടന് മാത്രമേ. പാർക്കുട്ടി തപ്പ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ ചേച്ചി. ഇന്നലെ സന്ധ്യക്ക് അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോ നീ എന്താ വരാതിരുന്നേ? കനിയാത്ത ഭഗവാനെ തൊഴുതിട്ട് എന്താ കാര്യം? എന്തു പറ്റി? നിനക്കൊരു നിരാശ? ഏയ് ഇല്ല, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. കാര്യം എനിക്കറിയാം. മക്കളെ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. അല്ല, ഇതാരാ അമേരിക്കക്കാരിയോ? ഞങ്ങളെയൊക്കെ അറിയോ മോളെ? എന്താ അറിയാത്തെ? ഇതാരാ ചേച്ചി? ഇതാ ജോത്സ്യൻ നായരുടെ മോളാ പാർവതി. എനിക്കിവിടെ സ്വന്തം മോളെ പോലെയാ. അമ്മാവന് എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്കിളിന് മാത്രല്ല എല്ലാവർക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അങ്കിളിന് ഒരു മുണ്ട് ഷർട്ടും. ഇതിരിക്കട്ടെ. നിന്റെയും വിന്ദിന്റെയും കല്യാണത്തിന് തൊടുത്ത് എനിക്കൊന്ന് വിലസണം. എന്ത് പറ്റിയ കുട്ടിക്ക്? ആളൊരു തൊട്ടാവടിയാ, എന്തെങ്കിലും മനസ്സിൽ തട്ടിക്കാണും, അതാ പോയത്. ആ, ഇത് വിന്ധ്യന്. സിഗരറ്റ് അവൻ വലിക്കില്ല, ഇങ്ങനെ തന്നേക്ക്. അയ്യേ, സിഗരറ്റ് വലിക്കാത്ത പുരുഷന്മാരെ എന്തിനു കൊള്ളാം. ചേച്ചി, ഇതിൽ കുറച്ച് ഡ്രസ്സും കോസ്മെറ്റിക് ഐറ്റംസും ഉണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കുട്ടി. എന്ന് ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ? അതെന്ത് പോക്കാ, ഊട് കഴിച്ചിട്ട് പോകാം. വേണ്ട അങ്കിൾ, ഒരു 2-3 മാസം ഞാനിവിടെ ഉണ്ട്. അവിടുത്തെ കമ്പനി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലാവെങ്കിലും ഒരു 3 മാസം ഇവിടെ നടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. എന്ന് ശരി. ആ, ദേ കുട്ടിക്കുരങ്ങ, സമയം കിട്ടുമ്പോ അങ്ങോട്ടൊന്ന് വരണം. പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്റെ ഇടം വേണം. അവൾ പറഞ്ഞു, നീ കേട്ടല്ലോ. സമയം കിട്ടുമ്പോഴൊക്കെ നീ ഒന്ന് അങ്ങോട്ടേ ഇല്ലേ. എത്രയും വേഗം നിങ്ങളുടെ കല്യാണം നടത്തിയിട്ട് വേണം ഇവിടുത്തെ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കാൻ. എന്താ മനസ്സിലായില്ലേ? നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ചേച്ചി ഞാനും സന്തോഷത്തോടെ തന്ന സാധനങ്ങളാ നീ വലിച്ചെറിഞ്ഞ. ഷീലേ, നിങ്ങളാണത് എനിക്ക് തന്നെങ്കിലും അത് നിങ്ങൾക്ക് തന്നത് ഞാൻ ജീവന് തുല്യ സ്നേഹിച്ചിരുന്ന ഒരാളെ തട്ടിയെടുത്തവള. അതറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ സ്വീകരിക്കുന്നത്? ഇങ്ങനൊരു അവസ്ഥ നിനക്കായിരുന്നെങ്കിൽ നീ ഇത് വാങ്ങിക്കോ? അറിയാം, കല്യാണം കഴിക്കാത്തൊരു പെണ്ണിന്റെ വേദന കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ മനസ്സിലാവും. എന്താ ചെയ്യാ, 7 വയസ്സുവരെ കളിക്കൂട്ടുകാരായിരുന്നു നീലിമ ഏട്ടനും. ഒരു ദിവസമെങ്കിലും വിന്ധ്യേട്ടൻ നീലിമയെ കുറിച്ച് പറയാതിരുന്നിട്ടില്ല. അതിലുപരി എന്റെ അമ്മയുടെ മരണസമയത്ത് അമ്മാവൻ കൊടുത്ത വാക്ക്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കച്ചവട കണ്ണുകൂടി ഇതിനകത്തുണ്ടെന്ന കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. വിന്ധ്യേട്ടൻ നീലിമ ചേച്ചി വിവാഹം കഴിച്ചിട്ട് വേണം സുമേച്ചിയും കുട്ടികളെയും പറഞ്ഞ തുക കൊടുത്ത് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കാൻ. പിന്നെ എനിക്കൊരു ജീവിതം വേണമെങ്കിൽ നീലിമ ചേച്ചിയുടെ ഔദാര്യം കൂടിയേ തീരൂ. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയാതെ പോയി. അതിന്റെ വിവരക്കേടാ ഞാൻ കാണിച്ചത്. എന്നോട് നീ പൊറുക്കാൻ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്നെയും വിന്ധ്യേട്ടനെ ഒരുമിച്ചേ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ മനസ്സിൽ കാണുന്നതല്ലല്ലോ ജീവിതം. ഞാൻ പോട്ടെ, സുമേച്ചിയും കുട്ടികളും തിരക്കുന്നുണ്ടാവും.